ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമായിട്ടാണ്. നല്ല ക്രിസ്പിയും ടേസ്റ്റും ആയിട്ടുള്ള പൊട്ടാറ്റോ ദോശയാണ് കേട്ടോ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ് പച്ചരി 8 മണിക്കൂർ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ പച്ചരി മുഴുവനായിട്ട് മിക്സർ ഒരു വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ആദ്യം ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഒരു 1/4 ഗ്ലാസ് റവയാണ്. ഞാനിവിടെ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഇനി റോസ്റ്റഡ് റവയാണുള്ളതെങ്കിൽ അതും എടുക്കാം. ഇനി ഇതിലോട്ടൊരു മീഡിയം സൈസ് പൊട്ടറ്റോ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഇനി ഇതിലോട്ടൊരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്ത് വരാം. ഇപ്പോഴത്തെ ബാറ്റർ കണ്ടോ, നല്ല സ്മൂത്തായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തരികളൊന്നും ഉണ്ടാവരുത്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി കുറച്ച് ജാർ കഴുകിയിട്ട് വെള്ളം കൊണ്ട് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഓവർ ടൈറ്റ് ആവാനും പാടില്ല, എന്നാൽ ഓവർ ലൂസായി പോവുകയും ചെയ്യരുത്. ഞാനിവിടെ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ എടുത്താൽ മതി. ഇപ്പോഴത്തെ ബാറ്റർ നല്ല പെർഫെക്റ്റായി തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ദോശ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു തവ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. തവ ചൂടാക്കി കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ടൊരു 1.5 തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ശേഷം ഇതൊന്ന് പരത്തി കൊടുക്കാം. ഇപ്പോൾ ഇതാ ദോശ ഡ്രൈ ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നന്നായിട്ടൊന്ന് എണ്ണ സ്പ്രെഡാക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഈ എണ്ണയ്ക്ക് പകരം ഗീ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതാ ദോശ കണ്ടോ, നല്ല പെർഫെക്റ്റായി തന്നെ മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തവയിൽ നിന്ന് എടുത്തു മാറ്റാവുന്നതാണ്. ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള പൊട്ടറ്റോ ദോശ റെഡി. നോക്കി കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? ഇതുപോലെ മറ്റുള്ളതെല്ലാം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ മാവ് ഒന്നും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാതെ വെറും 10 മിനിറ്റിനുള്ളിൽ തന്നെ ഈ ഒരു ദോശ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. ഇത് ഉണ്ടാക്കാനാണെങ്കിൽ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. ഇപ്പോൾ ഇത് രണ്ടാമത്തെ പൊട്ടാറ്റോ ദോശയും അടിപൊളിയായി തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതും തവയിൽ നിന്ന് എടുത്തു മാറ്റാം. ഏത് സമയത്ത് വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ദോശയാണിത്. എല്ലാവർക്കും എൻ്റെ വെറൈറ്റി ആൻഡ് ടേസ്റ്റി പൊട്ടാറ്റോ ദോശ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.